ഇന്ന് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ ഒരു പോർഷനാണ്. അതിങ്ങനെയാണ്: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പൊ അവിടെ ഒരു നിശ്ചയം പ്രാപിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ പഠിക്കണം, അത് കഴിഞ്ഞ് നിനക്കൊരു നിശ്ചയം ഉണ്ടാവണം, അത് കഴിഞ്ഞ് നീ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക്, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ അറിയാമല്ലോ, നമുക്കൊക്കെ അറിയാം. നമ്മൾ ചില മരങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ മരങ്ങളൊക്കെ ഇപ്പോൾ ഒരു വലിയ പ്ലാവ്, ആ പ്ലാവ് ഇങ്ങനെ നല്ല പ്ലാവ് ഉണ്ടെങ്കിൽ ചില തടി കച്ചവടക്കാരൊക്കെ അതിങ്ങനെ നോക്കി വെക്കും. ഇത് നല്ല കാതലുള്ള പ്ലാവാണെന്ന് അവർ പറയും. അപ്പൊ അതിന്റെ അർത്ഥം അത് നല്ല ഉറച്ചിരിക്കുകയാണ്. അവിടെ അതിന്റെ വേരൊക്കെ ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. അതൊരു കാറ്റൊന്നും വന്നാൽ അത് ഇളകാതെ അവിടെ നിൽക്കും. അത് നേരെ നല്ല ഉള്ളിൽ നല്ല കാതലുള്ള ഒരു പ്ലാവ്. അപ്പൊ അതിന്റെ കാരണം അതിന് നല്ല വേരുണ്ട്, നല്ല ഒരു അടിസ്ഥാനമുണ്ട്, നന്നായിട്ട് ഉറച്ചിരിക്കുന്നത് കൊണ്ട് അതിന് നല്ല ഉള്ളിൽ കാതലും ഉണ്ട്. ആ കാതൽ ഉപയോഗിച്ച് വീടൊക്കെ നമുക്ക് പണിയാനായിട്ട് പറ്റും. എന്നാ ചില മരങ്ങൾ അങ്ങനെയല്ല. ഇപ്പം ചില മരങ്ങളൊക്കെ പെട്ടെന്ന് ഒരു കാറ്റടിച്ചാൽ അതിങ്ങനെ പെട്ടെന്ന് ആടും. കാറ്റ്, നമ്മള് യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, അവൻ കാറ്റെടുത്ത് ആടുന്ന ഒരു ഞാങ്ങണയല്ല എന്ന് പറയും. ഞാങ്ങണ അല്ലെങ്കിൽ നമ്മൾ വാഴയ്ക്കൊന്നും വേരൊന്നും ഒത്തിരി അടിയിലോട്ടൊന്നും ഇല്ല. വാഴയൊക്കെ ഇങ്ങനെ കൊലയ്ക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ അതിന് താങ്ങൊക്കെ കൊടുക്കണം, കമ്പൊക്കെ കൊണ്ട് താങ്ങൊക്കെ കൊടുക്കണം. താങ്ങൊക്കെ കൊടുത്താലും ചിലപ്പോൾ ഒരു കാറ്റൊക്കെ വന്നാൽ ചിലപ്പോൾ വയലിലൊക്കെ ഉള്ള വാഴയെല്ലാം അത് താഴെ വീഴും. അതിന്റെ കാരണം അതിനൊരു ഉറപ്പില്ല, അതിന്റെ വേരുകളൊന്നും ആഴത്തിലേക്ക് പോയിട്ടില്ല. ഏത് മരമാണെങ്കിലും അത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടണം, വീട് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ട് കാതലുള്ള മരമാണെങ്കിൽ അതിനെ ശരിക്കും ആഴത്തിലേക്ക് വേരുണ്ടായി അത് ഉറച്ച് നിൽക്കുന്ന മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും നമുക്കും ഒക്കെ നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന വചനങ്ങളിൽ നമുക്കൊരു നിശ്ചയം, നമുക്കൊരു ഉറപ്പ്, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതികൂലങ്ങളും കാറ്റും ഒക്കെ അടിക്കുമ്പോൾ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം പൗലൂസ് തന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് തിമോത്തിയോസിനോട് പറയുന്നു, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പൊ പൗലൂസ് അങ്ങനെയായിരുന്നു. പൗലൂസ് ഒരു നല്ല പഠിതാവായിരുന്നു. പൗലൂസ് എപ്പോഴും പഠിക്കാനായിട്ട് ഉത്സാഹം കാണിക്കുന്നവനായിരുന്നു. അപ്പൊ പഠിക്കുക മാത്രമല്ല, നമുക്കും ഇവിടെ ഒത്തിരി വചനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി വചനങ്ങൾ കിട്ടുന്നു. അപ്പോ നമുക്കെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്. ദൈവവചനം പഠിക്കാനായിട്ട് നിങ്ങൾ ഉത്സാഹം കാണിക്കാറുണ്ടോ? നിങ്ങൾ ദൈവവചനം വായിക്കാനും ദൈവവചനം പഠിക്കാനും ദൈവവചനം ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിച്ച്, അല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് ത്രൂ ദ ബൈബിളിന്റെ ഒക്കെ കമന്ററി ഒക്കെ ഇവിടെയുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ദൈവവചനം ഒക്കെ ഒന്ന് പഠിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കണം, എനിക്ക് വ്യക്തിപരമായിട്ടൊരു വചനം എന്നോട് സംസാരിക്കണം. അപ്പൊ നമ്മളങ്ങനെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു നിശ്ചയം ഉണ്ടാകുന്നത്. ദൈവം എന്നോട് ഇടപെട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു നിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന്റെ കാറ്റും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ കോളേജിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ പൗലോസ് തിമോത്തിയോസ് അങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഈ തിമോത്തിയോസ്, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഇതിനെ പാസ്റ്ററൽ ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, ഇടയലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവരെ ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് വ്യക്തിപരമായിട്ട് അവർക്ക് എഴുതിയ ഈ കത്തുകളാണ്. ഓക്കെ, അപ്പോ നമ്മള് പൗലോസിന്റെ ജീവിതം തന്നെ നോക്കുക, അല്ലെങ്കിൽ പൗലോസ് തന്റെ ജീവിതത്തിലുള്ള ഉറപ്പിനെ കുറിച്ച് കാണിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ ആദ്യം പെട്ടെന്ന് പറയാം. 2 തിമോത്തിയോസ് 1:12, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസ് പറയുന്ന ആ ഓരോരോ വാക്കുകൾ നോക്കുക. ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. അപ്പം ഒരു ബോധ്യമുണ്ട്, ഒരു ഉറപ്പുണ്ട്.
കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ആ രക്ഷ, കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മീക മൂല്യങ്ങൾ, ഈ ആത്മീക സമ്പത്ത്, ഈ ട്രഷർ, അതാരും എടുത്തു കളയില്ല. അത് ഞാൻ കർത്താവ് എന്നെ സൂക്ഷിക്കും എന്നൊരു ഉറപ്പ് അത് പൗലോസിനുണ്ടായിരുന്നു. അത് തിമോത്തിയോസിന് ഉണ്ടാവണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതുന്നത്. അത് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തരത്തിലുള്ള ഉറപ്പുകൾ നിങ്ങൾക്കുണ്ടാവണം. മറ്റൊരു വാക്യം നോക്കുക, 1 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ. അവിടെ പറയുന്നു, അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് പൗലോസ് വളരെ ഉറപ്പോടുകൂടി പറയുക, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവനായിട്ടല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. അപ്പൊ പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസിന് ആദ്യം കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്, കുറച്ച് പഠനം, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് അംഗം പൊരുതുന്നവരൊക്കെ അവര് സകലത്തിലും വർജനം ആചരിക്കുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ അത് അവനൊരു ബോധ്യത്തിലേക്ക്, ഒരു നിശ്ചയത്തിലേക്ക് വരുന്നു. 26 വാക്യത്തിൽ, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവനായിട്ടല്ല ഓടുന്നത്, അതുകൊണ്ട് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എന്നെ ഒരു നിശ്ചയത്തിലേക്ക് നയിക്കുന്നു. ഞാൻ ആകാശത്തെ കുത്തുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അത് ആ നിശ്ചയം അവനെ ഒരു ആക്ഷനിലേക്ക് നടത്തുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോ ഇത് കണ്ടോ, പൗലോസ് നമ്മൾ പഠിക്കുന്നു, അതൊരു നിശ്ചയമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ഉറപ്പിലേക്ക് നയിക്കുന്നു. പൗലോസ് തന്നെ പറയുന്ന മറ്റൊരു വാക്യം നോക്കുക, ഫിലിപ്പി ലേഖനം 1 അധ്യായത്തിന്റെ 4 വാക്യം. ഫിലിപ്പി ലേഖനം 1 അധ്യായത്തിന്റെ 4 വാക്യം നമുക്കെല്ലാം ഒരു ഉറപ്പ് പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പോൾ കണ്ടോ, എത്ര ഒരു ഉറപ്പായിട്ടാണ് പൗലോസ് പറയുന്നത്. അത് എന്നിൽ ഒരു നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചിട്ടുണ്ട്, അത് യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും എന്ന് അത് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വെറും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ, പക്ഷെ പൗലോസ് പറയുന്നു ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പൗലോസ് തിമോത്തിയോസിന് ഒരു ഉറപ്പുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നീ ഇത് മറ്റുള്ളവരെയും പഠിപ്പിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ നീ പഠിപ്പിക്കണം. അപ്പോൾ ഒരു 4 തലമുറയിലേക്ക് ഇത് കൈമാറണം എന്നുള്ള രീതിയിലാണ് പൗലോസ് പറയുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, തിമോത്തിയോസ് നീ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കണം, ആ പഠിപ്പിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരെ പഠിപ്പിക്കണം. അപ്പോ നാം എല്ലാവരും, ഇവിടെയുള്ള ചെറുപ്പക്കാരും ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഉറപ്പുള്ളവരായിരിക്കണം. അപ്പോ നാം പഠിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഒരു നിശ്ചയം പ്രാപിച്ച് നമ്മൾ ഉറപ്പുള്ളവരായിട്ട് നിന്നാൽ മാത്രമേ ഈ ലോകത്തിന്റെ കാറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമുക്ക് കൈക്ക് എത്ര വിരലുണ്ട്? 5 വിരൽ അല്ലെ? ഒരു കൈക്ക് 5 വിരലുണ്ട്. അപ്പൊ 5 വിരൽ ഉള്ളതുപോലെ അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് പിടിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങളോട് പറയുകയും നമുക്ക് ഒന്നിച്ച് ആ കാര്യങ്ങൾ ചിന്തിക്കാം. അതില് ഒന്നാമത്തേത് നാം എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്താണ്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമുക്കായിട്ട് കരുതുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം. ഗോഡ് ലവ്സ് യു ആൻഡ് കെയർസ് ഫോർ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ലൈഫ്. അത് സ്പിരിച്വൽ ആകട്ടെ, ഫിസിക്കൽ ആവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഇത് നമുക്ക് ഒരു നിശ്ചയം ഈ കാര്യത്തിൽ ഉണ്ടാവണം, ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം, വേര് ആഴത്തിൽ പോകണം. എന്നാൽ മാത്രമേ കാറ്റിൽ നമുക്ക് കുലുങ്ങാതെ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവം എന്നെ സ്നേഹിക്കും. നമുക്ക് ഒരു ഉറപ്പ് ലഭിക്കാനായിട്ട് പല വാക്യങ്ങൾ, നമ്മൾ എപ്പോഴും വായിക്കാറുള്ള പല വാക്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 4 വാക്യം. അപ്പോ ദൈവത്തിന്റെ മനസ്സിൽ നാം എല്ലാവരും ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമായ, നാം ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ച് നാം ദൈവവചനത്തിൽ, ദൈവം നമുക്കൊരു പിതാവാണ്, ദൈവം നമുക്കൊരു മാതാവാണ്,
എന്നൊക്കെ നാം പല വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം അവിടെ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ. അപ്പൊ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനസ്സലിവുള്ള പിതാവ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഴമായിട്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വേര് താഴെ അടിയിലേക്ക് പോകണം. എൻ്റെ പിതാവ്, ആ പിതാവ് മനസ്സലിവുള്ള പിതാവാണ്. അവിടുന്ന് സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്, മനസ്സലിവുള്ള പിതാവാണ്. ഇത് നമുക്കൊരു ഉറപ്പും ഒരു ബോധ്യവും നമുക്ക് ഈ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അതുപോലെ യെശയ്യാവ് 66:13 അവിടെ എന്താണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്? യെശയ്യാവ് 66:13, അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ച് അമ്മയെ പോലെ പറയുന്നു, അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പം ഏതെങ്കിലും ലോകത്തിൽ വളരെ ചുരുക്കം ആളുകൾ ചിലപ്പോൾ അമ്മയുടെ സ്നേഹം പോലും, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയുള്ള ചില അമ്മമാരുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം പിന്നെയും പറയുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അങ്ങനെ ഉണ്ടാവാറില്ല. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് യെശയ്യാവ് 49:15 നാം വായിക്കുന്നു. യെശയ്യാവ് 49:15. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ മാതാവാണ്. എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ അപ്പനേക്കാൾ, ഈ ലോകത്തിലെ അപ്പനേക്കാൾ അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ അമ്മ എന്നെ മറന്നാലും എന്നെ മറക്കാത്തവനാണ്. നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, പറയാറുണ്ട്, നാം ദൈവത്തിന്റെ കണ്ണിലെ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. നമ്മൾ സെക്കറിയാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. സെക്കറിയാവ് 2:8. അപ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, ചെറുപ്പക്കാരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ ഉള്ള, നമ്മൾ എങ്ങനെ പോകുമ്പോൾ ഉടനെ കണ്ണ് അടച്ച് കൃഷ്ണമണിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിനെ എപ്പോഴും കഴുകിക്കൊണ്ട്, എപ്പോഴും അതിൽ ഒരു പൊടി പോലും വീഴാതെ കൃഷ്ണമണിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ദൈവം നമ്മെ കരുതുന്നു. അതുപോലെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 17 പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ എന്നെ കാക്കണമേ, കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ എന്നെ കാക്കണമേ. അപ്പൊ ദൈവം തന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ നമ്മെ കാക്കുന്നു, നമ്മെ കരുതുന്നു. അപ്പോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഓക്കെ, ഇതുപോലെ. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് എത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതിനൊരു അളവ് എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയൊരു വാക്യം അവിടെ ഉണ്ടല്ലോ, യോഹന്നാൻ 17:23. എന്താണ്? യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നു. അത്രത്തോളം യേശുവിനെ എത്ര സ്നേഹിച്ചു അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. എത്ര അത്ഭുതകരമായ ഒരു സത്യമാണ്. അപ്പോൾ അവിടെ യോഹന്നാൻ അങ്ങനെ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ദൈവം എല്ലാം പ്ലാൻ ചെയ്തു. ദൈവത്തെ യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കും. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ഉറപ്പ്, ദൈവസ്നേഹത്തിലുള്ള ഒരു ഉറപ്പ്, പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഈ ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അവിടുത്തെ കൃപ എനിക്ക് മതി. നമ്മൾ 2 കൊരിന്ത്യർ 12:9 അങ്ങനെയാണല്ലോ വായിക്കുന്നത്. പൗലോസ് പറയുന്നു, പൗലോസിനോട് ദൈവം സംസാരിക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. നിനക്കിപ്പോ നീ ബലഹീനനാണോ? നീ ഇപ്പോ നിനക്ക് കഴിവില്ലെന്ന് തോന്നുന്നോ? നീ ഇപ്പൊ ആകെ നിന്നെ കൊണ്ട് ഒന്നും കഴിയാത്ത നിസ്സഹായനായിട്ടാണോ നീ ഇരിക്കുന്നത്? ആ സമയത്ത് ഇതാ എൻ്റെ ശബ്ദം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ എന്നുള്ള ഒരു ഉദവി ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിക്കുന്നു. അപ്പൊ നാം താഴ്മയോടെ ദൈവത്തിൽ ചാരി നിന്നാൽ നമുക്ക് ആ കൃപ നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല, നമ്മുടെ കഴിവിന് മീതെ ദൈവം നമ്മെ പരീക്ഷിക്കയില്ല. 1 കൊരിന്ത്യർ 10:13. നിങ്ങളത് മറക്കരുത്. ഇത് 1 കൊരിന്ത്യർ 10:13 എന്താണ്?
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പൊ ദൈവം നമ്മുടെ കഴിവിന് മീതെ ദൈവം പരീക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു പരീക്ഷ വരുമ്പോൾ പരീക്ഷയോടൊപ്പം ദൈവം പോക്കുവഴിയും ദൈവം നമുക്ക് നൽകും. ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ഉദവികളെ കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവം നമ്മുടെ പിതാവിനെ പോലെ, മാതാവിനെ പോലെ, നമ്മുടെ അമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, ദൈവത്തിന്റെ കൃപയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കഴിവിന് മീതെ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ചോക്ലേറ്റ് തന്ന് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മെ എപ്പോഴും സുഖിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ഈ ലോകം കരുതുന്നത്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അതിലും ആഴമായിട്ടുള്ള സ്നേഹമാണ്. അപ്പൊ നമ്മുടെ നിത്യത വരെ നമുക്ക് ഗുണമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് അപ്പൊ ഈ സ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ചില ശിക്ഷണങ്ങളും ഉണ്ടാവും. ചിലപ്പം ചില കാര്യങ്ങളിൽ ദൈവം നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തും. ചില കാര്യങ്ങൾ നമുക്ക് തിരുത്തലുകൾ, ചില കാര്യങ്ങൾ നമുക്ക് ചില ശാസനകൾ, ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് വേണ്ട എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ നമുക്ക് തെറ്റുപറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഓരോ കാര്യങ്ങൾ ദൈവം നമ്മളോട് ഇടപെടുന്നു. ദൈവം നേരിട്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ, അല്ലെങ്കിൽ സഭയിലുള്ള ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 12:6. അവിടെയും നാം ദൈവത്തിന്റെ സ്നേഹത്തെ കാണണം. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നു. ശിക്ഷിക്കുന്നു എന്നുള്ള വാക്കിനെക്കാട്ടിലും എനിക്ക് അതാണ് കുറച്ചും കൂടെ താല്പര്യം. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ഡിസിപ്ലിൻസ് എന്നുള്ളത് ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും കർത്താവ് ആ രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യുന്നു, തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. അവിടെയും നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കാണണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ സത്യം അതാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു സത്യം നിങ്ങൾ ആഴമായിട്ട് പിടിക്കേണ്ട, ആഴത്തിൽ വേരൂന്നി ഇറങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തേത്, സാത്താൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. സാത്താൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. Satan is a defeated foe. സാത്താന്റെ തല കാൽവറി ക്രൂസിൽ തകർക്കപ്പെട്ടതാണ്. നമുക്കും പല വാക്യങ്ങൾ ദൈവവചനത്തിൽ അതിനെക്കുറിച്ചുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അവിടെ എന്താണ് പറയുന്നത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി എന്ന് അവിടെ നാം വായിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. അപ്പോ പിശാചിന്റെ എല്ലാ ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ കർത്താവ് തോൽപ്പിച്ചു, ജയോത്സവം കൊണ്ടാടി എന്ന് നമ്മോട് വായിക്കുന്നത്. എന്നാലും പിശാചിനെ തോൽപ്പിച്ചു എങ്കിലും, പിശാചിന്റെ തല തകർത്തെങ്കിലും, പിശാചിന് ഇപ്പോഴും തലയില്ലാത്ത ഒരാളായിട്ട് ഈ ഭൂമിയിൽ നടക്കാനായിട്ട് പറ്റും. അങ്ങനെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം അനുവദിച്ച് പിശാച് വന്ന് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ നാം എപ്പോഴും ഓർക്കണം, പിശാചിനെക്കാട്ടിലും ശക്തി ദൈവത്തിനുണ്ട്. ദൈവം ശക്തനാണ്, പിശാചല്ല കൂടുതൽ ശക്തിയുള്ളത്. ദൈവത്തിനാണ് ശക്തിയുള്ളത്, ദൈവവചനത്തിനാണ് ശക്തിയുള്ളത്. എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാവണം. പിശാച് തോൽപ്പിക്കപ്പെട്ട ഒരു ശത്രുവാണ്. പിശാച് ആ രീതിയിൽ ഈ ഭൂമിയിൽ എങ്ങും ഊടാടി സഞ്ചരിക്കുന്നെന്ന് നമ്മള് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നത് നമ്മൾ 2 ദിനവൃത്താന്തം 16:9 നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഒരു വാക്യമാണ്. 2 ദിനവൃത്താന്തം 16:9 എന്താ? ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാനായിട്ട് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഓടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മെ ശക്തീകരിക്കാനായിട്ട്. ദൈവത്തിൽ നാം ആശ്രയം വെച്ച് ദൈവത്തിൽ ചാരി നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. ഓക്കെ, അപ്പോ നമ്മള് പിശാചിന് ഇപ്പോ തലയില്ലെങ്കിലും പിശാചിന് ചില ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒക്കെ പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ, പിശാചിന്റെ സ്വഭാവം പ്രധാനമായിട്ട്, പിശാചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിഗളമാണ്. നിഗളമുള്ള ഇടങ്ങളിലേക്ക് പിശാചിനൊരു ഇടം കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്ന, ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്
പിശാചിനൊരു ഇടം കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്നാൽ പിശാച് ഓടിപ്പോകണം എന്നുണ്ടെങ്കിൽ യാക്കോബ് 4:6-7 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക്, ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക്, ദൈവം ആക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങി ഇരുന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുക. അപ്പൊ പിശാചിനോട് എതിർത്ത് നിന്നാൽ പിശാച് എന്ത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? പിശാച് ഓടിപ്പോകും. യാക്കോബ് 4:7 പിശാച് ഓടിപ്പോകും. അപ്പൊ നമ്മളെപ്പോഴും ഈ പിശാച് എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് രാത്രി ഞാൻ പിശാച് ഇങ്ങനെ വരുന്നു, എന്റെ റൂമിൽ വരുന്നു, എനിക്ക് പേടിയാവുന്നു, പിശാച് ഇങ്ങനെ വരുന്നു എന്നുള്ള ആ ചിത്രത്തിന് പകരം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, എന്നെ വിട്ട് ഓടിപ്പോകുന്ന ഒരു പിശാച്, എന്നെ കാണുമ്പോൾ പിശാചിന്റെ ഓടിപ്പോകും. പിശാച് ആരോ ഒരാൾ പറഞ്ഞു, പിശാച് എത്ര സ്പീഡിലാണ് ഓടുന്നത്. ഇപ്പം പിന്നെ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 9 സെക്കൻഡ് 9 10 അതിൽ താഴെയായോ? അത്രയും സെക്കൻഡാണ്. എന്നാൽ പിശാചിന്റെ സ്പീഡ് എത്രയാണെന്നറിയോ? പിശാച് ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ്നിങ്ങിന്റെ സ്പീഡാണ്. ലൈറ്റ്നിങ്ങിന്റെ സ്പീഡ്, മിന്നലിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് അത് വിവരിക്കാൻ പോലും അറിയില്ല, അത്രയും സ്പീഡാണ് മിന്നലിന്റെ സ്പീഡ്. അപ്പം ഞാൻ പിശാച് വീഴുന്നത്, മിന്നലിനെ പോലെ വീഴുന്നത് കണ്ടു എന്ന് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത്രയും സ്പീഡിൽ പിശാച് നമ്മെ വിട്ട് ഓടും. അതിനെന്താ ആകെ വേണ്ടത്? നമ്മളെ താഴ്മയോടെ സത്യസന്ധതയോടെ, കർത്താവേ ഞാൻ അങ്ങയുടെ മകനാണ്, എനിക്ക് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ സത്യസന്ധയോടെ താഴ്മയോടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ പിശാചിന് നമ്മുടെ അടുത്ത് ഒരിടമില്ല, പിശാച് ഓടിപ്പൊക്കോളും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആഴമായിട്ടുണ്ടാവണം. പിശാചിന്റെ ഒരു തന്ത്രം എന്ന് വെച്ചാൽ എപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാറ്റുക, നമ്മളെ നിരാശപ്പെടുത്തുക, നമ്മളെ എപ്പോഴെങ്കിലും പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. എടാ നീ അന്ന് ഇത് ചെയ്തില്ലേ, ഇപ്പോഴൊക്കെ ചർച്ച വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഈ സഹോദരന്മാർക്കൊന്നും അറിയില്ല. എന്നാൽ നീ അവിടെ കോളേജിലായിരുന്നപ്പോ അല്ലെങ്കിൽ നീ വീട്ടിലായിരുന്നപ്പോ നീ ചെയ്ത കാര്യം അത് നിനക്കറിയാം, എനിക്കും അറിയാം. നീ അങ്ങനെ എഴുന്നേക്കാനൊന്നും നോക്കണ്ട. നീ അങ്ങനെ എഴുന്നേക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോ ഉടനെ പിശാച് എന്താ ചെയ്യുന്നത്? നമ്മുടെ പാസ്റ്റിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിശാച് പാസ്റ്റിനെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച ഒരു പാപം അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ അത് സമുദ്രത്തിന്റെ അടിയിൽ ദൈവം ഇട്ടിരിക്കുന്നു. ദൈവം മറന്നുപോവുകയല്ല ചെയ്യുന്നത്, ദൈവം അത് ബോധപൂർവം അത് ഓർക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്കെതിരെ ദൈവം അത് എടുത്ത് പ്രയോഗിക്കുന്നില്ല. നാം ആ രീതിയിൽ നമ്മൾ കഴുകപ്പെട്ടവരാണെങ്കിൽ, അങ്ങനെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആൾക്കാരാണ് നാമെങ്കിൽ പിശാച് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർപ്പിച്ച് നമ്മളെ നിരാശപ്പെടുത്താനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിശാചിന്റെ ഭാവിയെ അവനെ ഓർപ്പിക്കുക. പിശാച് നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ പിശാചിന്റെ ഭാവിയെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പിശാച് നീ എവിടെ ആയിരിക്കും എന്ന് എനിക്കറിയാം. നീ എവിടെ ആയിരിക്കും? നിങ്ങൾക്ക് അറിയാമോ? വെളിപ്പാട് പുസ്തകം 20:10 വാക്യം എന്താണ്? അത് നിങ്ങൾ വേണേ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. പിശാച് നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 20:10 പിശാചിനെ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പൊ എന്നേക്കും ദണ്ഡനം സഹിക്കേണ്ടി വരുന്ന ഈ ഗന്ധക തീപ്പൊയ്കയിലേക്ക് പിശാചിനെ തള്ളിയിടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ പിശാചിനെ അത് ഓർപ്പിച്ചു കൊടുത്താൽ മതി, പിശാച് പൊക്കോളും. അപ്പോ താഴ്മയോടെ സത്യസന്ധതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെ എതിർത്ത് നിന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിക്കോളും. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ആഴമായിട്ട് നിങ്ങൾ പിടിക്കേണ്ട സത്യം എന്താണ്? പിശാച് ഒരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. മൂന്നാമത്തെ കാര്യം God hates sin and sin breaks fellowship with God. So set matters right quickly. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം പാപത്തെ വെറുക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തോടുള്ള കൂട്ടായ്മ മുറിഞ്ഞു പോകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തി ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് തിരികെ വരിക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെട്ട് നിരാശരായിട്ടിരിക്കണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് തിരികെ പ്രാപിക്കുന്നത് നമുക്ക് സത്യസന്ധമായിട്ട്
താഴ്മയോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക്, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, കർത്താവേ അങ്ങ് എന്നെ കഴുകണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ നമുക്ക് വീണ്ടും ആ കൂട്ടായ്മ നമുക്ക് തിരികെ പ്രാപിക്കാനായിട്ട് പറ്റും. കുറെ കഴിഞ്ഞ് ആ രീതിയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും വീണ്ടും, ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ സമയത്ത് നിങ്ങളുടെ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വീഴ്ചകളും തിരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതും സംഭവിച്ചത് വരാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ സ്റ്റെബിലൈസ്ഡ് ആവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവേ താങ്ക് യു, നന്ദി കർത്താവേ, പിശാചിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ശക്തി ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. അപ്പോ നമുക്ക് ഈ ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, യെശയ്യാവ് 59:2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മുഖം നമുക്ക് മാറിപ്പോകരുത്, മറഞ്ഞു പോകരുത്. കർത്താവേ എനിക്ക് എപ്പോഴും അങ്ങോട്ടുള്ള കൂട്ടായ്മ വേണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അത് ഏതെങ്കിലും ക്രമീകരിക്കാതെ കുറച്ച് നാൾ എന്തെങ്കിലും നമ്മൾ മറച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അത് പിശാച് അഡ്വാൻറ്റേജ് എടുത്ത് വീണ്ടും നമ്മെ നിരാശയിലേക്ക് അത് തള്ളിവിടും. നമുക്ക് ഈ ദാനിയേലിനെ കുറിച്ച് നാം പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ദാനിയേലിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഒരു ഉറപ്പുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട് ദാനിയേലിന് ഒരു ഉറപ്പുള്ള നിലപാടുണ്ടായിരുന്നു. എന്താണ് ദാനിയേൽ 1:8 നാം വായിക്കുന്നത്? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പൊ ദാനിയേലിനും ഒരു നിശ്ചയമുണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അശുദ്ധമാക്കുകയില്ല, ഇത് എന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ തന്നെ വേർതിരിക്കാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല, കർത്താവെ എന്നെ സഹായിക്കണം, എന്നെ ശക്തീകരിക്കും. അപ്പൊ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇനിയും നാലാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ആഴമായിട്ടുണ്ടാവേണ്ടതും ഒരു വേരായിട്ട് അടിയിലേക്ക് പോകേണ്ടതുമായ മറ്റൊരു സത്യം, ഈ ലോകവും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ മോഹങ്ങളും അത് ഒഴിഞ്ഞു പോകും. ഈ ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദിസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് ലസ്റ്റ് വിൽ പാസ് അവേ. അതുകൊണ്ട് നമ്മുടെ മുൻഗണനകളെ ക്രമീകരിക്കുക. സോ സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് പഠനമുണ്ട്, ജോലിയുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇതെല്ലാം അവസാനം ഇതൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നാം ജീവിക്കുന്നത്, ദൈവത്തിന്റെ ഹിതം ചെയ്ത് പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ ജീവിതം, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമുക്ക് ആ വാക്യം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്നാണ്. ഞാൻ അതിന്റെ റെഫറൻസ് 1 യോഹന്നാൻ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഒന്ന് പരാമർശിച്ചിട്ടാണ് 14-ാം വാക്യം പറയുന്നത്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ ചെറുപ്പക്കാർക്ക് ശക്തരാകാനായിട്ടും പിശാചിനെ ജയിക്കാനുമായിട്ടുമുള്ള ഒരു മെത്തേഡ് അവിടെ പറയുന്നുണ്ട്. എന്താണ്? ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മിക ശക്തി നിങ്ങൾക്കുണ്ടാവാനും നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാനും കഴിയും എന്ന് എഴുതിയിരിക്കും. എന്നിട്ട് തുടർന്ന് പറയുന്നു, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. അപ്പൊ ഈ ഒരു ബോധ്യവും ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് നിങ്ങൾ കോളേജിലും അവിടെയൊക്കെ പോകുമ്പോൾ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, അവിടെയാണ് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. അവിടെ സുഹൃത്തുക്കൾ, അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൾച്ചറൽ ഫെസ്റ്റിവൽ, കോളേജിലൊക്കെ മിക്കവാറും സ്കൂളിലും കോളേജിലും ഒക്കെ കൾച്ചറൽ ഫെസ്റ്റിവൽ വരും. കൾച്ചറൽ ഫെസ്റ്റിവൽ വരുമ്പോൾ അവിടെ സിനിമാറ്റിക് ഡാൻസ്, അതിനകത്ത് നീ നന്നായിട്ട് പാടുമല്ലോ, നീ ഡാൻസ് കളിക്കണ്ട, നീ പാട്ട് മാത്രം പാടിയാൽ മതി എന്ന് പറയും. അപ്പൊ ഞാൻ ഇതെങ്ങനെയാ, കുറെ പേരൊക്കെ നിർബന്ധിക്കുന്നു, നീയല്ലേ ഏറ്റവും നന്നായിട്ട് പാടുന്നത്, നീ അങ്ങ് പാടിക്കോ. അപ്പോ നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ആടിപ്പോവും. ഉറപ്പില്ലെങ്കിൽ ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യണം?
അപ്പോൾ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിത് പാടുന്നതല്ലല്ലോ, ഞാനിത് കേൾക്കുന്നതല്ലോ, പിന്നെന്തിനാ ഞാൻ ഇവര് ഈ പറയുന്നത് കൊണ്ട് ഞാനിവിടെ അതിന് കോംപ്രമൈസ് ചെയ്ത് ഞാനിത് പാടുന്നത്? അല്ല, നീ നന്നായിട്ട് കീബോർഡ് വായിക്കുമല്ലോ, ഓക്കെ, നീ കീബോർഡ് വായിക്കും, നമുക്ക് നമ്മുടെ ടീമിന് ജയിക്കണം, നമ്മുടെ ടീം ജയിക്കണം, അപ്പോൾ നീ വായിച്ചാൽ മതി. പക്ഷെ പാട്ട് അത് സിനിമാ പാട്ടാണ്, അത് നീ വായിക്കുവോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാനത് കേൾക്കുന്നില്ല, ഞാൻ പാടാറില്ല, പിന്നെ ഞാനത് വായിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കത് പറയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ തരത്തിലുള്ള ബോധ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആഴമായിട്ട് ഉണ്ടാവണം. അപ്പൊ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം കോളേജിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഫാഷൻസ്, അവിടെയുള്ള പ്രത്യേക, ഇപ്പോഴത്തെ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിലൊന്നും അധികം വീട്ടില് സിനിമയൊന്നും അധികം കാണാറില്ലായിരിക്കും. ഇന്നത്തെ ഫാഷനും ഇതൊക്കെ ഇന്ന് വരാറുള്ളത് സിനിമയിലൂടെയും ഇങ്ങനെയൊക്കെയാണ്. ഓരോ താരങ്ങളൊക്കെയാണ് പുതിയ ഫാഷൻസ് ഒക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് കോളേജിൽ വരുന്നവരെല്ലാവരും ഇതൊക്കെ കണ്ടാ വരുന്നത്. അപ്പൊ കോളേജിലേക്ക് ചെല്ലുമ്പം അവിടെ ഈ ഒരു ഫാഷന്റെ ഒക്കെ ഒരു പ്രദർശനമായിരിക്കും. അപ്പം അവിടെ ധരിക്കുന്ന വസ്ത്രം, അവിടെയുള്ള രീതി, ഇതെല്ലാം ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഒരു കൊച്ചുകുഞ്ഞ് അത് സ്കൂളിലേക്ക് പോയപ്പം പിന്നെ നീ എന്ത്, ആ കുഞ്ഞ് നേരത്തെ മുതലേ അവരുടെ കുടുംബത്തിൽ അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, അവര് ആഭരണം ധരിക്കില്ല, അവർ ആഭരണം ധരിക്കുന്നില്ല. പക്ഷെ കുഞ്ഞവിടെ ചെന്നപ്പം അവിടെ പിന്നെ കുറച്ചൊരു മുതിർന്ന ടീനേജ് പ്രായത്തിൽ സ്കൂളിൽ നിന്ന്, നിനക്കിതിട്ട നല്ലതായിരിക്കും, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നിട്ട് അവളുടെ കാതിലെടുത്ത് ഇവൾക്കൊന്ന് ഇട്ടുകൊടുത്തു. അവളും വെച്ച് നോക്കി, കണ്ണാടി നോക്കി, നന്നായിരിക്കുന്നു. അവളുടെ ഉള്ളിലേക്ക് ഇതിനോടൊരു ആകർഷണം വന്നു. അപ്പം എനിക്കും വേണം എന്ന് വീട്ടിൽ ചെന്ന് പറയാമല്ല, അതോ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ആ പിതാവ് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ സ്കൂളിൽ ഈ സ്ട്രഗിളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഈ കുഞ്ഞ് വീട്ടിൽ വന്നപ്പോ അപ്പനോട് ഷെയർ ചെയ്തു. അപ്പം പറഞ്ഞു, മോളെ, നിന്നെ ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നു. നീ എത്ര യു ആർ വെരി ബ്യൂട്ടിഫുൾ, നീ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നീ എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നീ വീണ്ടും ഇതെല്ലാം ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ആവശ്യമില്ല. അവളുടെ ഉള്ളിലോട്ട് അതങ്ങ് കയറി, ഐ എം ക്രിയേറ്റഡ് ബ്യൂട്ടിഫുൾ, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് ഇതെല്ലാം കൂടെ എനിക്ക് കൂടുതൽ അതും സ്വർണവും ഇതുമൊക്കെ ഇട്ട് എനിക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കണ്ട എന്ന്. അപ്പൊ അവള് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം ഏതൊരു ഒക്കേഷൻ വന്നപ്പോ ആ കൊച്ചുകുഞ്ഞ്, ഇതൊരു ടീനേജർ അല്ല, സോറി, ഇതൊരു കൊച്ചുകുഞ്ഞ്, ഈ കൊച്ചുകുഞ്ഞിന്റെ കാര്യമാണ്. കൊച്ചുകുഞ്ഞ് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഐ എം ബ്യൂട്ടിഫുൾ, എനിക്കിത് മതി. അപ്പം ചില കാര്യങ്ങൾ ഞാനിതിപ്പം ഇതൊരു അങ്ങനെ ധരിക്കാതിരുന്ന ഒരാളിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ, കൊച്ചു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ്. ഇപ്പൊ ഡ്രസ്സ് അവിടെ നമ്മള് സാധാരണ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഡിമോൺ പിന്നെ പിശാച് ബാധിതനായ ഒരുവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന് വസ്ത്രം ധരിക്കാതെ തന്നെത്താൻ മുറിച്ചുകൊണ്ട് അവൻ എങ്ങനെ നടന്നു. അപ്പൊ അവന് കർത്താവ് സൗഖ്യമാക്കി അവന് സുബോധം വന്നു. അപ്പൊ സുബോധം വന്നപ്പോ അവൻ ആദ്യം ചെയ്തത് എന്താ? അവൻ ആദ്യം വസ്ത്രം ധരിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയാണ്. പക്ഷെ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ, നീ എന്തോ ഇത് അമ്മച്ചിമാരുടെ കൂട്ട് പിന്നെ ഇത് ഷോൾ ഇട്ടിരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇടുന്നു, ഇതെന്തോ ഞങ്ങളൊക്കെ പിന്നെ ഈ സ്ലീവ്ലെസ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഇടുമ്പോൾ ഇതല്ലേ ഇപ്പോഴത്തെ ഫാഷൻ, ഇതെന്താ നീ ഇടാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? അങ്ങനെ ഒരു ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഇന്നതാണ് ശരി തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ എന്താണ് എനിക്ക് ഇന്നത്തെ ഈ ലോകത്തിന്റെ മൂല്യങ്ങൾ നമ്മെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അത് പല കാര്യങ്ങളിലൂടെ നമ്മെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ, ഒരു ഉറപ്പുണ്ടോ, ഒരു നിശ്ചയമുണ്ടോ? ഓക്കെ, ഇത് എന്നെ സംബന്ധിച്ച് എനിക്കിത് വേണ്ട, അത് അവരെന്ത് ചിന്തിച്ചാലും സാരമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്കൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊക്കെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വേണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. അപ്പോൾ ദൈവവചനം നിങ്ങൾ വ്യക്തിപരമായിട്ട് വായിക്കണം. ഞാൻ ഒരിക്കല് നമ്മുടെ ഒരു സഹോദരനോട് ചോദിച്ചു, വേറെ ദൈവവചനമൊക്കെ വായിക്കാറുണ്ടോ? റെഗുലറായിട്ട് വായിക്കാറുണ്ട്. എനിക്ക് മോർണിംഗ് ഡിവോഷൻ, ഡെയിലി ഡിവോഷൻ ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു.
അല്ല സഹോദരങ്ങളെ, ഡെയിലി ഡിവോഷൻ കേട്ടാൽ മതിയോ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വചനം വായിക്കണ്ടേ? വചനം നിങ്ങൾ ചിന്തിക്കണ്ടേ, ധ്യാനിക്കണ്ടേ? ദൈവം നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇടപെടണ്ടേ? തീർച്ചയായിട്ടും വചനം നമ്മുടെ ഹൃദയത്തിൽ നാം വായിക്കുകയും നാം സംഗ്രഹിക്കുകയും ചെയ്യണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നിങ്ങൾ ഇഫ് യു ലവ് ഗോഡ്, ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ യുവർ അൾട്ടിമേറ്റ് ഗുഡ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആത്യന്തികമായ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. നിങ്ങളുടെ ആഴമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ആ വാക്യം നമുക്ക് എല്ലാവർക്കും റെഫറൻസ് അറിയാം, റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസ് ഇവിടെയും പറയുന്നു, ഇത് ഞാൻ അറിയുന്നു, എനിക്ക് ഒരു ഉറപ്പോടെ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനായിട്ട് പറ്റും. വളരെ ട്രാജിക് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ എനിക്ക് 1988 എൻ്റെ അനുജൻ പ്രസാദ് ഈ ലോകത്തിൽ നിന്ന് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. എത്ര ട്രാജിക് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 18 വയസ്സിൽ വളരെ ദൈവഭക്തനായിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചു. അതുകൊണ്ട് മരിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോട് വളരെ അടുത്ത ദൈവസന്നിധിയിലേക്ക് പോയി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ആ ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് 2 സഹോദരന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ വന്നിട്ട് അവരൊരു കാസറ്റ് തന്നു. അന്ന് കാസറ്റൊക്കെ ആയിരുന്നു, നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ചെറിയ കാസറ്റും. അപ്പോൾ ഇതൊരു സന്ദേശമാണ്, കേൾക്കാൻ പറഞ്ഞു. അത് സാക് പുനൻ ബ്രദറിന്റെ സന്ദേശമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ സന്ദേശം കേൾക്കാനിടയായത്. അങ്ങനെയാണ് ഇവിടെ കോയമ്പത്തൂരിൽ പോയി അവിടെ ഒരു ചർച്ചിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഈ ചർച്ചിലോട്ട് വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായത്. പക്ഷെ അതോട് ചേർന്ന് ഡിസംബർ 5-ാം തീയതിയാണ് പ്രസാദ് മരിക്കുന്നത്. 7-ാം തീയതി എൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ തുടങ്ങും. എനിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ ഒന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 3-ാം സെമിസ്റ്റർ ആയപ്പോൾ ഇതെല്ലാം അടുത്ത വർഷം നോക്കിയപ്പോൾ എല്ലാം കൂടെ സപ്ലിമെന്ററി, എല്ലാം ബാക്ക് പേപ്പേഴ്സ് ആയി. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 14 പേപ്പർ ഒന്നിച്ചെഴുതണം. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലുള്ള താല്പര്യവും നഷ്ടമായി. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ കുറച്ച് ജയിക്കും, കുറച്ച് തോൽക്കും. അങ്ങനെ ഈ എഞ്ചിനീയറിംഗിന്റെ അവസാന വർഷം വരെ ഇങ്ങനെ തോറ്റു പോയി. എന്നാൽ ദൈവം അവസാനത്തെ സെമിസ്റ്ററിൽ ദൈവം കരുണ കാണിച്ച് എല്ലാം അങ്ങ് പാസ്സായി ഞാൻ പുറത്തു വന്നു. അപ്പോൾ പുറത്തു വന്നപ്പോൾ അതിനിടയിൽ എനിക്ക് ഇതിനോടുള്ളൊക്കെ താല്പര്യം അങ്ങ് പോയിരുന്നു. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവര് അമേരിക്കയ്ക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇന്ന സ്ഥലത്ത് ജോലി പോകുന്നു. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല, എനിക്ക് ജോലിയും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ആ സമയത്ത് തമിഴ്നാട്ടിൽ പോയതും എനിക്ക് തമിഴ്നാട്ടിലെ ഒരു പോളിടെക്നിക്കിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരവസരം, ഒട്ടഞ്ഞിത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോളിടെക്നിക്കിൽ പഠിപ്പിക്കാനായിട്ടൊരു ജോലി കിട്ടി. അപ്പൊ എങ്ങനെയൊക്കെയാ അവിടെ എത്തിയത്? പോളിടെക്നിക്കിൽ ഒട്ടഞ്ഞിത്രത്ത് എത്തി, അവിടെ പഠിപ്പിക്കാനായിട്ട്. അവിടെയായിരുന്നു ദൈവം എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഒരുക്കിയത്. അപ്പൊ ഇതൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്തൊക്കെ നോക്കുക, എത്ര ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം ആത്യന്തികമായിട്ട് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ആത്യന്തികമായിട്ട് ഗ്ലോറിയസ് നന്മയ്ക്കായിട്ടാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്തത്. 5 വർഷം അല്ലെ, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ദൈവം എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ആഴമായിട്ടുള്ള ഒരു ബോധ്യം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉറപ്പ് വേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാർ ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം എന്നെ കരുതുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവം എന്നെ കരുതും. രണ്ടാമത്തെ കാര്യം എന്താണ്? പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവം പാപത്തെ വെറുക്കുന്നു. പാപം ദൈവത്തോടുള്ള കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. നാലാമത്തേത് എന്താണ്? ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ മുൻഗണനകളെ
ക്രമീകരിച്ച് നാം ഒരു നിലപാടോടുകൂടെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിൽക്കുക. അഞ്ചാമത്തേത് എന്താണ്? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണല്ലോ, നമ്മൾ ഒത്തിരി നാളായിട്ട് കേട്ട കാര്യങ്ങളാണ്, പുതുതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. 2 തിമോത്തിയോസ് 3:15. ദൈവം നിങ്ങളെല്ലാം ആ രീതിയിൽ, നമ്മെ എല്ലാവരെയും ആ രീതിയിൽ സഹായിക്കട്ടെ. ആമേൻ.